ടി.വി.കെയ്ക്ക് പിന്തുണ നൽകിയ 5 കോൺഗ്രസ് എം.എൽ.എമാരെ ഇപ്പോൾ ഷോൾ അണിയിച്ച് ടി.വി.കെയിലേക്ക് ഹാർദവമായി സ്വീകരിക്കുകയാണ് ടി.വി.കെ അധ്യക്ഷൻ വിജയ്. ഇപ്പോൾ അവരെ ഓരോരുത്തരെയും ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. വിവരങ്ങളുമായി മനീഷ് മൂർത്തിയാണ് ചേരുന്നത്. മനീഷ്, 5 കോൺഗ്രസ് എം.എൽ.എമാരുടെ പിന്തുണ ഉറപ്പായവരെ ഇപ്പോൾ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെ ആ AIADMK എം.എൽ.എമാർക്കും സ്വീകരണം ഉണ്ടാകുമെന്ന് കരുതാമല്ലേ? ക്രിസ്റ്റീന പ്രവിത, ആ രീതിയിലൊരു സ്വീകരണം എന്തായാലും അണ്ണാ-DMK നിയുക്ത എം.എൽ.എമാർക്ക് ഉണ്ടാവില്ല. കാരണം അവർ സഖ്യത്തിലല്ല, പൂർണ്ണമായും പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. DMK സഖ്യം വിട്ട് അവർ ടി.വി.കെക്കൊപ്പം സഖ്യമായി തന്നെയാണ് നിൽക്കുന്നത്. അതാണ് സഖ്യത്തിലേക്ക് വരുമ്പോഴാണ് ആ ഒരു സ്വീകരണം അവർക്ക് നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിന് ശേഷം ടി.വി.കെക്ക് അണ്ണാ-DMKയുടെ 47 എം.എൽ.എമാരും ഒപ്പിട്ട കത്ത് നൽകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനുശേഷമായിരിക്കും വിജയുടെ ഭാഗത്തു നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാവുക. 3:30-ക്ക് വിജയ് ഗവർണറെ കാണാനായി വരുന്നുണ്ട്, ലോക് ഭവനിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് കാര്യങ്ങൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രഖ്യാപനം എന്തായാലും അതിനുശേഷമായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ പനയൂരിലെ പാർട്ടി ടി.വി.കെയുടെ ആസ്ഥാനത്താണ് കോൺഗ്രസിന്റെ 5 എം.എൽ.എമാരും ഉള്ളത്. PCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളും അവർക്കൊപ്പമുണ്ട്. അവരെ ഇപ്പോൾ വിജയ് സ്വീകരിക്കുകയാണ്, അതായത് സഖ്യത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ടി.വി.കെക്ക് ഉപാധികളില്ലാത്ത പിന്തുണ എന്ന് പറയുമ്പോഴും വർഗീയ ശക്തികളുമായി ടി.വി.കെ കൂട്ടുകൂടരുത് എന്നൊരു ഉപാധി എന്തായാലും കോൺഗ്രസ് വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഇന്നലെ കേന്ദ്ര 2 മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ കോർപ്പറേഷൻ ചെയർമാൻഷിപ്പും അടക്കം കോൺഗ്രസ് ചോദിച്ചിരുന്നു. ഇന്നലെ നടന്ന നേതൃയോഗത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഉയർന്നു വന്നത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ആവുമ്പോഴേക്കും, അത് മാത്രമല്ല അണ്ണാ-DMK പിന്തുണ കിട്ടാനുള്ള ഒരു സാധ്യത കൂടി കണ്ടതുകൊണ്ടായിരിക്കണം ഒരു ഉപാധിയും വെക്കാതെ ഈ പറഞ്ഞ 5 എം.എൽ.എമാരും പൂർണ്ണമായും തന്നെ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും തന്നെ സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ടി.വി.കെക്ക് പിന്തുണ നൽകുന്ന ഒരു നിലയിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിന് ശേഷം എന്തായാലും അണ്ണാ-DMKയുടെ കത്ത് വിജയ്ക്ക് ടി.വി.കെക്ക് നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങോട്ട് വിജയ് ഷാൾ അണിയിച്ചവരെ സ്വീകരിക്കുന്നുണ്ട്, തിരിച്ചു വിജയ്ക്കും ഈ എം.എൽ.എമാര് ഷാൾ അണിയിക്കുന്ന ആ കാഴ്ച. അങ്ങനെ പരസ്പര സ്നേഹാദരങ്ങളോടെ കോൺഗ്രസ് ആ വിസിലിന് കൈകൊടുത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.